ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും വേളാങ്കണ്ണി വിശേഷങ്ങളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ വേളാങ്കണ്ണിയിൽ വന്ന് നെക്സ്റ്റ് ഡേ, അതായത് നമ്മൾ എത്തിയത് സൺഡേ ആയിരുന്നല്ലോ. അപ്പൊ സൺഡേ ഉച്ച കഴിഞ്ഞ് നമ്മൾ എത്തിയപ്പോൾ ആ സമയത്ത് നമ്മുടെ മലയാളം കുർബാനയൊന്നും ഉണ്ടാവത്തില്ല, രാവിലെ 9 മണിക്കാണ്. അപ്പൊ നെക്സ്റ്റ് ഡേ മൺഡേ മെയ് 1-ാം തീയതി ഞങ്ങള് വേളാങ്കണ്ണിയിൽ നമ്മുടെ മലയാളം കുർബാന കാണാൻ ഇപ്പൊ മോർണിംഗ് സ്റ്റാർ പള്ളിയിലോട്ടാണ് കേട്ടോ നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ പള്ളിയിലോട്ട് പോകുന്ന കാഴ്ചകളും അതിനൊപ്പം തന്നെ നമ്മൾ ഡേ ടൈമിൽ നമ്മുടെ വേളാങ്കണ്ണി ഷോപ്പിംഗ് ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടന്നു. അതായത് നമ്മുടെ മലയാളം കുർബാന നടക്കുന്ന പള്ളിയുടെ മുമ്പിലാണ്. അപ്പൊ അവിടെ ഇപ്പൊ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുർബാനയ്ക്ക് രാവിലെ 9 മണിക്കത്തെ കുർബാനയ്ക്ക് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് ഇപ്പൊ കുർബാന ഇവിടെ അല്ല നടക്കുന്നത്. തൊട്ട് മുമ്പിൽ നമ്മൾ വരുന്ന വഴി തന്നെ അവിടെ ഒരു വലിയ ഷീറ്റ് ഇട്ട്, ഒരു റൂഫിംഗ് ഷീറ്റൊക്കെ ഇട്ടുള്ള ഒരു ഹാളുണ്ട്, ഓപ്പൺ ഹാളാണ്. അവിടെയാണ് നമ്മളുടെ മാസ് നടക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കുർബാന കൂടാം. ഇവിടെ മെയിൻ്റനൻസ് എത്ര നാളത്തേക്കാണെന്ന് എനിക്കറിയില്ല, മിക്കവാറും ഈ മാസം. അപ്പൊ ഈ വീഡിയോ ആണെന്നതിന് അടുത്തവർക്ക് വരുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുർബാന കാണാൻ പറ്റും, നമ്മുടെ മലയാളം കുർബാന. അപ്പൊ നമുക്ക് അങ്ങോട്ട് കുർബാനയ്ക്ക് പോവാം. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് കേട്ടോ. ഇതാണ് ഈ ഓപ്പൺ സ്പേസ്. ഇവിടെയാണ് നമ്മളുടെ കുർബാന, മലയാളം കുർബാന നടക്കുന്നത്. ഈ ഒരു ഏരിയയിലാണ്. എനിക്ക് തോന്നുന്നു ഈ മെയ് മാസം വരുന്നവരെല്ലാവരും മലയാളം കുർബാന അറ്റൻഡ് ചെയ്യേണ്ടത് ഇവിടെ ആയിരിക്കും. കാരണം നമ്മുടെ മോർണിംഗ് സ്റ്റാറിൽ നിങ്ങൾ കാണിച്ചു തന്നല്ലോ, ഞങ്ങൾ അവിടെ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കണം. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ കുർബാന നടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞ് അടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ സ്റ്റാച്ചു ഒക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാച്ചു നടന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ, രാവിലെ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കയ്യിലുള്ള കൊടയും തൊപ്പിയും ഷോളും എല്ലാം വെച്ചിട്ടിട്ടാണ് ഞങ്ങൾ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പോകുമ്പോഴുള്ള കാഴ്ചകളാണിത്. നമ്മുടെ മെയിൻ പള്ളിയുടെ ബാക്കിൽ വരുന്നൊരു പള്ളിയില്ല, ആ ഭാഗമാണ്. രാവിലെ ഇതിന് ഇത്തിരി തിരക്ക് കുറവാണ്, പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസമായി. അതും കൂടെ കൊണ്ടാണെന്ന് കുറച്ച് തിരക്ക് കുറവുണ്ട് ഇന്നലത്തെ അപേക്ഷിച്ച്. പോകുമ്പോൾ പള്ളിയുടെ ഒരു സൈഡിൽ ഇത് നേർച്ചകളാണ്. ഈ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവാൻ വേണ്ടി തൊട്ടിൽ കെട്ടുക, അങ്ങനെയുള്ള ഒരുപാട് നേർച്ചകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് പണിയാൻ വേണ്ടി, അങ്ങനെയുള്ള ഒരു വീട് ഉണ്ടാവാൻ വേണ്ടിയുള്ള നേർച്ചകൾ കഴിക്കും. അതിനുവേണ്ടി താട്, അങ്ങനെയുള്ള ഒരുപാട് നേർച്ചകളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. അവിടെ ചുറ്റുമാണ് ഇതിനുള്ള നേർച്ചകൾ അവർ ഓരോരുത്തരും കഴിക്കുന്നത്. അപ്പൊ ഇത് പോകുമ്പോഴുള്ള കാഴ്ചകളാട്ടോ. കാരണം നമ്മുടെ സർവണഭവൻ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ പഴയ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ബീച്ച് റോഡില്ലേ, നമ്മൾ ബീച്ചിലോട്ട് പോകണ ഷോപ്പിംഗ് വെച്ചാൽ ആ വഴിയിലോട്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് തന്നെയാണ് നമ്മുടെ സർവണഭവൻ ബീച്ച്. അപ്പൊ നമ്മൾ നേരെ അവിടെ പോയിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മള് സർവണഭവനിലെത്തി. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള, നമ്മുടെ എറണാകുളത്തൊക്കെ ഉള്ള പോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള പ്ലേസ് തന്നെയായിരുന്നു. അവിടെ വന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത മസാല ദോശ, നെയ് റോസ്റ്റ്, പൂരി, പിന്നെ പൊങ്കൽ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ അവിടെ ടേസ്റ്റ് ചെയ്തത്. നല്ല ഫുഡായിരുന്നു, മോശമില്ല. നമ്മൾ നോർമലി കഴിക്കുന്ന സർവണഭവന്റെ ഒക്കെ ഏകദേശം ആ രീതി തന്നെ വന്നിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോകുന്നത് ഷോപ്പിങ്ങിനാണ്. അപ്പം അത് ആയിട്ടുള്ള ഡേ ടൈമിൽ നമ്മുടെ ഷോപ്പിംഗ് ഏരിയാസ് എങ്ങനെയാണെന്നാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ട അടിക്കുന്ന സ്ഥലം, മുട്ട അടിക്കുക, കാത് കുത്തുക കുട്ടികൾക്ക്, അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഉണ്ട് പണ്ട് ഞങ്ങളുടെ പിള്ളേരെയൊക്കെ, ഡുഡുവിനെയും മിട്ടുവിൻ്റെയും ഒക്കെ മുഴുവൻ മുട്ട അടിക്കുകയൊക്കെ ചെയ്തത് ഇവിടെയാണ്. അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ അവിടെ പോയി ടോക്കൺ എടുത്ത ശേഷമാണ് നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് മുട്ട അടിക്കുകയും കാത് കുത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ഏരിയയാണ് ഇത്.
ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് ബാക്കി കടകളും എല്ലാം വരുന്നത്. ഫ്രണ്ട്സ്, അടുത്തൊരു നേഴ്സുണ്ട്, നിങ്ങൾ അവിടെ കാണാം. നമ്മുടെ തെങ്ങിൻ തൈ ഓരോരുത്തരോട് വിൽക്കാൻ വെച്ചിരിക്കുന്നത്, ഓരോരുത്തരും കൊണ്ടുപോകുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അത് നേർച്ച വയ്ക്കുന്നത് കാണാം ഓരോരുത്തരും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു തമിഴന്മാരൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ട് നേർച്ചകൾ കഴിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് കടകളുണ്ട്. അതേപോലെ നല്ല വെയിലുണ്ട് കേട്ടോ, പൊരിഞ്ഞ വെയിലാണ്. ഞങ്ങൾ ക്ഷീണിച്ചു, ഒരു കണക്ക് പറഞ്ഞാൽ എല്ലാവരും ടയേർഡായി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ നിന്ന് കയറുമ്പോൾ മെഴുകുതിരി കടകളുണ്ട്, ഒരുപാട് മെഴുകുതിരി കടകളുണ്ട്. അപ്പൊ അവിടെ നിന്ന് മെഴുകുതിരി വാങ്ങിച്ച് പിന്നെ ഒരുപാട് ഷോപ്പിങ്, എല്ലാ ഐറ്റംസ്, തുണിക്കടകള്, പാവകള്, ടോയ്സ്, എന്ത് വേണ്ട എല്ലാ ഫുഡ് എല്ലാം നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാം. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ചെറിയ കടകളും അത്യാവശ്യം റേറ്റ് കൂടിയ ഐറ്റംസ് ഒക്കെ നമുക്ക് ആ വഴി പോകുമ്പോൾ കാണാവുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മൾ പോകുമ്പോ സിപ്പപ്പ് അങ്ങനെ ഒരുപാട് കട, അതുപോലെ ഐസ് ഗോള വിൽക്കുന്ന ഒരു ഷോപ്പ് കണ്ടു. അപ്പൊ ഒരെണ്ണം വാങ്ങിച്ച് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി കുട്ടികൾ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ സത്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കുറെ എസൻസ് ഇട്ടേക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനോട് വലിയ താല്പര്യമില്ല. അത്ര ഇഷ്ടമുള്ളവർ ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ അതിനോട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അല്ലാതെ നമ്മള് കപ്പലണ്ടി, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതില്ലേ സ്പ്രിംഗ് പൊട്ടറ്റോ, പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് പോണ വഴിക്ക് ഇങ്ങനെ ജസ്റ്റ് കഴിച്ചിട്ടൊക്കെ പോവാൻ, കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാനും വലിയ പ്രോബ്ലം ഇല്ല. ഐസ് ബോൾ അതിനോട് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. ഞങ്ങളത് കളയേ ചെയ്തപ്പോ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് കളഞ്ഞു. അപ്പൊ പിന്നെ നോക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കടകൾ, പാത്രക്കടകളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചെറിയ ചെറിയ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇപ്പൊ നേരത്തെ പോയപ്പോ നമ്മള് ടാറ്റു ഷോപ്പൊക്കെ ഓർമ്മ ഇപ്പൊ മുട്ടി ടാറ്റു ഷോപ്സ് വരെ അവിടെ അത്യാവശ്യം ഓടുന്നുണ്ട്. പിന്നെ കുറെ പാത്രക്കടകള്, പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ്, 10 രൂപയുടെ 20 രൂപയുടെ ഐറ്റംസ് ഒക്കെയുള്ള ഒരുപാട് കടകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി അവിടെ പർച്ചേസ് ഒക്കെ ചെയ്ത് നടന്നേച്ചു. ഫ്രണ്ട്സ്, നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ കടകളിൽ ചില സമയത്ത് ചില റേറ്റ് കൂട്ടിയും 50, 100 നമ്മൾ ആളെയൊക്കെ നോക്കി അവർ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ 2-3 കടകളിലൊക്കെ ചോദിച്ചിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. നമുക്ക് ഒരു 50 രൂപയൊക്കെ വെച്ച് കുറഞ്ഞൊക്കെ കിട്ടുന്നുണ്ട്. കാരണം പല ഐറ്റംസ് നമ്മൾ ചെല്ലുമ്പോൾ ചില കടയിൽ അങ്ങോട്ട് 100 പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ കടയിൽ ചെല്ലുമ്പോൾ 150 പറയാ, 200 പറയാ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇതേ നമ്മള് ഈ കട നിങ്ങൾ പലരും നമ്മുടെ പല വീഡിയോസുകളിലും യൂട്യൂബിൽ പല വീഡിയോകളിലും കണ്ടിട്ടുള്ള ഒരു കടയായിരിക്കും. പറക്കും പൊറോട്ട എന്ന് പറയും. ഈ കടയുടെ ഒരു പ്രത്യേകത, ഇവര് പൊറോട്ട ചുടാൻ വേണ്ടി ഇവിടുന്ന് പരത്തി എറിയും അപ്പുറത്തോട്ട്. അങ്ങനെയാണ് അവിടെ പൊറോട്ട ഒരു വെറൈറ്റി അത് കാണാൻ. പക്ഷെ ഇപ്പൊ 2-3 ദിവസം നമ്മൾ വന്ന് 2 പ്രാവശ്യം അവിടെ പോയി നോക്കിയിട്ടും അങ്ങനെ ഒരു സംഭവം കാണിക്കുന്നില്ല, എന്താണെന്നറിയില്ല. പിന്നെ അതിനുശേഷം അതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ബീച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ബീച്ചിലെ കാഴ്ചകൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂടുതൽ ആൾക്കാരും വരാത്ത ഭാഗങ്ങളുണ്ട്, അധികം റഷ് ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട്. അപ്പൊ അവിടെയൊക്കെയുള്ള കാഴ്ചകളും ഫിഷിങ്ങും ചെയ്യുന്ന, ബോട്ടിംഗ് ഒക്കെ പോകുന്ന അങ്ങനെയുള്ള ഏരിയാസും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ വേളാങ്കണ്ണിയിൽ നല്ല ഭംഗിയുള്ള മനോഹരമായ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ കൂടുതലും തിരക്കുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് എപ്പോഴും ഒതുങ്ങിക്കൂടുന്നത്. അപ്പൊ അല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വേളാങ്കണ്ണി കാഴ്ചകൾ